ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ പ്രസംഗത്തോടുള്ള നമ്മുടെ ആദരവ് കുഞ്ഞുനാളിലെ നമ്മുടെ മനസ്സിലുണ്ട്. അഭിവന്ദ്യ ഗുരുവര്യർ, ഈ വിനീതന്റെ അഭിവന്ദ്യ ഗുരുവര്യർ കലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദ് ദാറുൽ മാരിഫിൽ പഠിക്കുന്ന സമയത്ത് പലപ്പോഴും പല ദർസുകളിലും ചെറിയ പ്രായത്തിലെ കോടമ്പുഴ മൈതാനിൽ വന്ന് ആദർശം വിശദീകരിച്ച അനുഭവങ്ങൾ പലതവണ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കക്കാട് ത്വരീഖത്തിന്റെ വൈകല്യം തുറന്നു കാണിക്കുന്ന ധാരാളം സീഡികൾ ബഹുമാനപ്പെട്ട അഭിവന്ദ്യ നേതൃത്വം കലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദ് തന്നെ പള്ളിയുടെ അകത്തളത്തിലിരുന്ന് കുട്ടികളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അത് പൂർണ്ണമായി ഞങ്ങളെ കൊണ്ട് കേൾപ്പിച്ചത് ഈ സമയത്ത് ഓർമ്മ വരികയാണ്. ഈ വിനീതന്റെ 10 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ പറഞ്ഞ അഭിവന്ദ്യ പിതാവ് മർഹൂം കെ തങ്ങളുപ്പാപ്പ അവരുടെ മഹിതമായ ജീവിതത്തിലൂടെ അവരോടുള്ള സ്നേഹം പകർന്നു തന്നിട്ടുണ്ട്. 1990 കാലത്ത് മർക്കസു സഖാഫത്തി സുന്നത്തി ഇസ്ലാമിയയിലെ ആദർശ വിശദീകരണത്തിന്റെ ഒരു പ്രതീകമായ പാർലമെന്റിലെ പേരോട് ഉസ്താദിന്റെ വലിയ പ്രകടനങ്ങളെ കുറിച്ച് അഭിവന്ദ്യ പിതാവ് പറഞ്ഞു തന്നിട്ടുണ്ട്. 13 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പറഞ്ഞ പൊന്നു വലിയുമ്മ ഇവിടെ മഖാമിൽ മറവിട്ട് കിടക്കുന്നു. അവരുടെ പഴയകാല ശേഖരണത്തിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ പഴയകാല പ്രഭാഷണ സീഡികളുണ്ട്. മർക്കസിൽ നിന്ന് കുറ്റിച്ചെറിയിലേക്ക് പ്രസംഗിക്കാൻ വേണ്ടി ഒരു പറ്റ സാധാരണക്കാരൻ ഡ്രൈവറുടെ കൂടെ പോകുമ്പോൾ ആ സാധാരണക്കാരൻ പറഞ്ഞ വാക്കാണ് എന്റെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നത്. ആദ്യകാലത്തെ പേരോട് ഉസ്താദിന്റെ ആദ്യകാലത്തെ ടാപ്പ് കാസറ്റുകൾ റൂമിന്റെ കതകുകൾ അടച്ചിരുന്ന് ജാലകങ്ങൾ അടച്ചിരുന്ന് അത് പൂർണ്ണമായും കേട്ടിട്ടാണ് എന്റെ ആദർശം പതിഞ്ഞത് എന്ന് ഒരു സാധാരണക്കാരന്റെ വാക്ക് ഈ സമയത്ത് ഓർമ്മ വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഇൽമിന് വലിയ ഗാംഭീര്യം പ്രദാനം ചെയ്യട്ടെ. ആ ഇൽമിൽ അല്ലാഹു തആല വലിയ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ഈ സദസ്സ് കഴിഞ്ഞതിന്റെ ശേഷം ഒരു പക്ഷേ പരപ്പനങ്ങാടി താജുൽ ഉലമ ഉർസ് മുബാറക്കിലേക്ക് അവർക്ക് പോവാൻ